അപ്പോൾ ഇന്ന് നമുക്കൊരു അനദർ പൗച്ച് ഉണ്ടാക്കാം. ഒരു പൗച്ച് ഉണ്ടാക്കി കുറച്ച് കഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്കിപ്പോൾ കഷ്ടപ്പെടാതെ എങ്ങനെ ഒരു പൗച്ച് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 3 ഭാഗത്തായിട്ട് ഓരോ സെന്റിമീറ്റർ വീതം വിടുക. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും ഇതുപോലെ തന്നെ കാണുന്നത്. എന്നാലും ഞാൻ എൻ്റെ ഭാഗം ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് മേലത്തെ പൗച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ആ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് 2 ഭാഗത്തും ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് നടുമടക്കിയിട്ട് 2 ഭാഗത്തും സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് ഒരു പൗച്ച് ആക്കിയാൽ മതി. ഞാൻ സ്റ്റിക്കേഴ്സ് ഇട്ട് വെക്കാനുള്ള ഒരു പൗച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഷോ അതന്നെ. അപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാതെ നിൽക്കേണ്ട, പേപ്പർ ഉപയോഗിച്ചിട്ട് അതിലും ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതിന്റെ സൈഡത്ത് വൃത്തികേടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടാപ്പ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഭാഗം ഒന്ന് ഷേപ്പ് ആക്കിയിട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടു ഗീവ് അവേനെ കുറിച്ചിട്ട്. ഗീവ് അവേ എന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോ പോയിന്റിൽ എത്തിയെന്ന് കാണുമ്പോൾ ഒരു സന്തോഷത്തിന് കൊടുക്കുന്നതാണ്. ഞാൻ ഇതിലിട്ട് ആ പോയിന്റിൽ എത്തിയിട്ടില്ല. പോയിന്റിൽ എത്തിയാൽ ഞാൻ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി പണി നോക്കട്ടെ.